നമസ്കാരം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈശ്വരാനുഗ്രഹം എങ്ങനെ നേടാം? എന്താണ് ഈശ്വരാനുഗ്രഹം? എല്ലാ കർമ്മത്തിന്റെയും ഫലം നൽകുന്നത് ഈശ്വരനാണെന്നാണ് നമ്മുടെ പൊതു കാഴ്ചപ്പാട്. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടതും ഈശ്വരന്റെ അനുഗ്രഹം ലഭ്യമായവൻ ജന്മമെന്ന ആഴക്കടലിൽ നിഷ്പ്രയാസം നീന്തി കിടക്കാം. താൻ നേടിയത് തന്റെ കഴിവെന്ന് അഹങ്കരിച്ച് കഴിയുന്നവൻ ജന്മസാഗരത്തിൽ നിന്ന് കരകയറാതെ വലഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് നേടാൻ കഴിഞ്ഞാൽ അതിന് ക്ഷേത്രത്തിൽ പോകണമെന്ന് മാത്രമില്ല, ക്ഷേത്രത്തിൽ പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കർമ്മങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഒക്കെ സ്വായത്തമാക്കുകയും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കും എന്താണ് സൽക്കർമ്മം എന്ന് ചോദിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈശ്വരനെ അറിയാതെ ഈശ്വരപാദം തേടാതെ അഹങ്കരിച്ച് കഴിയുന്നവർ ഒരിക്കലും ഈഹലോകത്തിൽ നമുക്ക് എന്ത് കിട്ടില്ല, മോക്ഷം കിട്ടില്ല. അപ്പോൾ പിന്നെ ചോദിക്കുന്നത് എന്താണ് മോക്ഷം? അപ്പൊ ഈശ്വരാനുഗ്രഹം നേടുക എന്നുള്ളത് അങ്ങനെയാണ്. അല്ലാതെ എവിടെയാണ് ഈശ്വരാനുഗ്രഹം കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മം നല്ല രീതിയിൽ ചെയ്യുക. കർമ്മം ചെയ്യുമ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്, നീ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. ചെയ്യുന്നത് നല്ല കർമ്മമാണെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ എന്തായിരിക്കും? നല്ല ഒരു റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഈശ്വരാനുഗ്രഹം തേടാനായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥനകളൊക്കെ സ്വായത്തമാക്കുക. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു നിമിഷമെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്താം. ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. അതുണ്ടെങ്കിൽ നമുക്ക് ഈ ജീവിത സാഗരത്തിൽ നിന്ന്, ഈ കർമ്മബന്ധങ്ങളിൽ നിന്ന് നമുക്ക് നീന്തിക്കടക്കാനായിട്ട് സാധിക്കും.